ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതും LDC LGS എക്സാമിന് ഉപകരിക്കുന്ന GK ആൻഡ് സയൻസ് മേഖലയിൽ നിന്നുള്ള മൂന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിക്കുന്നതിന് കൊച്ചി രാജാവിൽ നിന്ന് അനുമതി നേടിയ പോർച്ചുഗീസ് സംഘത്തലവനാരാണ്? ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിക്കുന്നതിന് കൊച്ചി രാജാവിൽ നിന്ന് അനുമതി നേടിയ പോർച്ചുഗീസ് സംഘത്തലവനാണ് അൽബുക്കർക്ക്. ദ്വിഭരണ സമ്പ്രദായമനുസരിച്ച് 1938 ജൂണിൽ അധികാരമേറ്റ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രിയാര്? ദ്വിഭരണ സമ്പ്രദായമനുസരിച്ച് 1938 ജൂണിൽ അധികാരമേറ്റ കൊച്ചിയിലെ ആദ്യത്തെ മന്ത്രിയാര്? അമ്പാട്ട് ശിവരാമമേനോൻ. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ആര്? പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറലാണ് ഡൽഹൗസി പ്രഭു. പാർവതി പുത്തനാർ കഠിനംകുളം കായലിനെ ഏത് കായലുമായി ബന്ധിപ്പിക്കുന്നു? വേളിക്കായൽ. പാർവതി പുത്തനാർ കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നു. ചെർണോസോം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ്? കറുത്ത മണ്ണ്. ചെർണോസോം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഔദ്യോഗിക അവകാശവാദം പ്രകാരം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഫലത്തിൽ അയൽരാജ്യമല്ലാത്തതേത്? അഫ്ഗാനിസ്ഥാൻ. ഔദ്യോഗിക അവകാശവാദം പ്രകാരം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഫലത്തിൽ അയൽരാജ്യമല്ലാത്തത് അഫ്ഗാനിസ്ഥാനാണ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമേതാണ്? ഗ്രാന്റ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാന്റ്. GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മലയാളത്തിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രാമതാണ്? ഇന്ത്യൻ കറൻസികളിൽ ലാംഗ്വേജ് പാനലിൽ മലയാളത്തിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമത്. പോഷകാഹാര ലഭ്യത, ജീവിത നിലവാരമുയർത്തൽ, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 47. പോഷകാഹാര ലഭ്യത, ജീവിത നിലവാരമുയർത്തൽ, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 47. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചതാര്? കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് MN ഗോവിന്ദൻ നായർ. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടൽ. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ചെറുകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയ സംഘടന ഏത്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയ സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്
എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമമേത്? വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബോയിൽ നിയമം. ബോയിൽ നിയമം. സ്ഥിരകാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. അൽനിക്കോ. സ്ഥിരകാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ. നിക്കലിനെ വേർതിരിക്കാനാണ് മോൺസ് പ്രക്രിയ ഉപയോഗിക്കുന്നത്. ബാർകോഡ് ഏത് രാജ്യത്താണ് പേറ്റന്റ് ചെയ്തത്? USA. USAയിലാണ് ബാർകോഡ് പേറ്റന്റ് ചെയ്തത്. ഇൻ്റർനെറ്റിൻ്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത്? ട്വിറ്റർ. ഇൻ്റർനെറ്റിൻ്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് ട്വിറ്ററാണ്. പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരമാര്? MD വത്സമ്മ. MD വത്സമ്മയാണ് പത്മശ്രീ നേടിയ ആദ്യത്തെ മലയാളി കായിക താരം. ആദ്യകാലത്ത് പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന സാഹിത്യകാരൻ? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ആദ്യകാലത്ത് പ്രഭ എന്ന തൂലികാനാമത്തിൽ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തതാര്? കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് G. അരവിന്ദൻ. G. അരവിന്ദൻ. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? 1994. 1994 ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിയമം നിലവിൽ വന്ന വർഷം? 1989. 1989 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം? 2002. 2002 ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്ന വർഷം? 2007. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം നിലവിൽ വന്നത്. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമേത്? ഖത്തർ. ഖത്തറാണ് 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. 2026 ഫിഫ വേൾഡ് കപ്പ് വേദിയിൽ ഉൾപ്പെടാത്തത്? കാനഡ, മെക്സിക്കോ, USA, ക്യൂബ. ആൻസർ ക്യൂബ. 2026 ഫിഫ വേൾഡ് കപ്പ് വേദിയിൽ ഉൾപ്പെടാത്തത് ക്യൂബയാണ്. 2023 ജനുവരിയിൽ കൊല്ലപ്പെട്ട നബകിഷോർ ദാസ് ഏത് സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു? ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു 2023 ജനുവരിയിൽ കൊല്ലപ്പെട്ട നബകിഷോർ ദാസ്. പ്രശസ്ത ടെന്നീസ് താരം നൊവാക് ദ്യോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്? പ്രശസ്ത ടെന്നീസ് താരം നൊവാക് ദ്യോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണ്? സെർബിയ. സെർബിയക്കാരനാണ് നൊവാക് ദ്യോക്കോവിച്ച്. ഗോവയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ചിരഞ്ജീവിയെ. ഗോവയിൽ നടന്ന
അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിരഞ്ജീവിയെയാണ്. നോട്ട് നിരോധനം ശരിവെച്ച ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് വിയോജിച്ച് പ്രത്യേക വിധിന്യായമെഴുതിയ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗമാര്? BV നാഗരത്ന. നോട്ട് നിരോധനം ശരിവെച്ച ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് വിയോജിച്ച് പ്രത്യേക വിധിന്യായമെഴുതിയ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗമാണ് BV നാഗരത്ന. സെൻട്രൽ വിസ്ത പ്രൊജക്റ്റിലൂടെ നിർമ്മിക്കുന്ന പുതിയ മന്ദിരം ഏതിനുവേണ്ടി? സെൻട്രൽ വിസ്ത പ്രൊജക്റ്റിലൂടെ നിർമ്മിക്കുന്ന പുതിയ മന്ദിരം ഏതിനുവേണ്ടി? പാർലമെന്റിനു വേണ്ടി. 2020 ഏകദിന ലോകകപ്പുകൾ ഒരേ സമയം കൈവശം വയ്ക്കുന്ന ആദ്യ രാജ്യം? ഇംഗ്ലണ്ട്. 2020 ഏകദിന ലോകകപ്പുകൾ ഒരേ സമയം കൈവശം വയ്ക്കുന്ന ആദ്യ രാജ്യമാണ് ഇംഗ്ലണ്ട്. 2024 കോപ്പ അമേരിക്കയുടെ വേദി? 2024 കോപ്പ അമേരിക്കയുടെ വേദി ഇക്വഡോർ. ഇക്വഡോറാണ് 2024 കോപ്പ അമേരിക്കയുടെ വേദി. പത്മ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ സംസ്ഥാനതലത്തിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം? കേരളം. പത്മ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ സംസ്ഥാനതലത്തിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. 1947 ഐക്യകേരള മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാര്? 1947 ഐക്യകേരള മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ. കേളപ്പൻ. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ മാൻഡോസ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേത്? UAE. 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ മാൻഡോസ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് UAE. വടക്കൻ സമതലങ്ങളിലെ പുതിയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഖാദർ. വടക്കൻ സമതലങ്ങളിലെ പുതിയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഖാദർ. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? കൃഷി, കെട്ടിട നിർമ്മാണം, ഖനനം, മത്സ്യബന്ധനം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് കെട്ടിട നിർമ്മാണം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷമേത്? 2010. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഏത് പ്രമുഖ സംഗീതജ്ഞന്റെ 100ാം വാർഷികമാണ് സർ ഭാസ്കർ 100 എന്ന പേരിൽ സംഘടിപ്പിച്ചത്? പണ്ഡിറ്റ് ഭീംസെൻ ജോഷി. പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയുടെ 100ാം ജന്മവാർഷികമാണ് സർ ഭാസ്കർ 100 എന്ന പേരിൽ ഇന്ത്യയിൽ സംഘടിപ്പിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി? 6ാമത്തെ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 6ാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാര്? ആറന്മുള പൊന്നമ്മ. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആറന്മുള പൊന്നമ്മ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര്? R. വെങ്കിട്ടരമണി.
നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. റാണിപൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഉത്തർപ്രദേശ്. റാണിപൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.